ഹായ് കൂട്ടുകാരെ, നമ്മളിന്നുണ്ടാക്കുന്നത് ബീട്രൂട്ട് തോരനാണ്. അതിനായിട്ട് നമ്മൾ മീഡിയം സൈസുള്ള 2 ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. അത് ഇങ്ങനെ സ്ലൈസ് ചെയ്തതിന് ശേഷം നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് തിരിച്ച് വെച്ച് ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. സാധാരണ വീട്ടിലെല്ലാവരും നമ്മൾ ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തല്ലേ എടുക്കുന്നത്. അന്നേരം ഒരു കുഴപ്പമുണ്ട്, എന്താ വെച്ചാൽ അതെല്ലാം കൂടി കിടക്കും. ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ അത് പിടിച്ച് കിടക്കും. പക്ഷെ ഇത് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് തെറിച്ച് കിടക്കും. നല്ലതായിട്ട് തോരനിങ്ങനെ തെറിച്ച് കിടക്കും, മലര് കിടക്കുന്ന പോലെ. അതുപോലെ തന്നെ നമ്മളൊരു സവാളയാണ് അതിന് വേണ്ടി എടുത്തേക്കുന്നത്. ഒരു മീഡിയം സവാള അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ആ സവാള ചെറുതായിട്ട് നമ്മൾ ഇത് അരിഞ്ഞ പോലെ തന്നെ ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞ് ഇങ്ങനെ എടുക്കുക. അതിന് ശേഷം നമ്മൾ 2 പച്ചമുളക് നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പച്ചമുളകും അതുപോലെ തന്നെ കൊത്തി അരിഞ്ഞ് അതിലേക്ക് ചേർക്കുക. അതിന് ശേഷം നമ്മളൊരു 2 തണ്ട് കറിവേപ്പില അങ്ങോട്ട് നമുക്ക് ആ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മളിതെല്ലാം കഴുകി വെച്ച സാധനമാണ്. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഇഞ്ചിയുടെ അതെടുത്തിട്ട് ഒരു ചെറിയൊരു പീസ് ചേർത്തുന്നെടുത്ത് അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇനി കൊത്തി അരിഞ്ഞ് അതിലോട്ട് ചേർക്കാം. കുറച്ച് വെളുത്തുള്ളിയും കൂടെ. അന്നേരം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാം കേട്ടോ. തോരന് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രുചിയായിരിക്കും. അങ്ങനെ ചേർത്തുണ്ടാക്കാത്തവരാണെന്ന് ഉണ്ടാക്കിയേക്കണേ. അന്നേരം ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം അതിൻ്റെ അത് നമ്മൾ കൊത്തി അരിഞ്ഞ് മാറ്റി വെച്ച്, കൂടാതെ വറ്റൽമുളക് 2-3 നമ്മളെടുത്തത് പൊട്ടിച്ച് മാറ്റി വെച്ചു. ശേഷം നമുക്ക് നമ്മുടെ പാചകത്തിൻ്റെ പരിപാടിയിലൂടെ നമുക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ സ്റ്റൗ എല്ലാം കത്തിച്ച് ചട്ടിയെല്ലാം ചൂടായി വന്നപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. അത് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കടുക് അതിലിട്ട് പൊട്ടിച്ചെടുക്കുന്നു. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലിട്ട് അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വറ്റൽമുളക് അതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കുന്നു. വറ്റൽമുളക് ഒന്ന് ഇതായി കഴിയുമ്പോൾ, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും പച്ചമുളകും കറിവേപ്പിലയും സവോളയും എല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് നന്നായിട്ട് ഇളക്കി വെക്കുന്നു. അതിലേക്ക് വേകുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേകുക. ഒരു 3/4 വേവാകുന്ന സമയത്ത് വേണം നമ്മൾ ഒരു മുറി തേങ്ങ അതിൻ്റെ തന്നെ ചിരണ്ടി വെച്ചേക്കുന്നത്. ആ സമയത്ത് വേണം തേങ്ങ അകത്തോട്ട് ചേർക്കാൻ. ആദ്യം വേണം ചേർക്കാം, ഇതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്കൊരു ചെറിയൊരു കടി കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെയാണ് ചേർക്കുന്നത്. അത് എല്ലാവരും അങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല. അന്നേരം അതിലേക്ക് തേങ്ങ ചേർത്ത് ഇളക്കി വെച്ച് മൂടി വെക്കാം. അതിന് ശേഷം നമുക്ക് ഇനി കഴിക്കാൻ എടുക്കുന്നതാണ്. ഈ ബൗളിൻ്റെ അകത്ത് നമ്മളത് കോരിയെടുത്ത് വെക്കുക. ഇതിൻ്റെ അകത്തേതാണ് എടുത്ത്